മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചതല്ല, വെപ്പിച്ചതാണെന്ന് റിപ്പോർട്ട്. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ MSK പ്രസാദ് ധോണിയോട് നേരിട്ടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് എന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി റിനു ശ്രീധർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. റിനു, ഏകദിന T20 ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ BCCI അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു ധോണിയോട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ, ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ധോണി ഏകദിന 2020 ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്നു എന്നുള്ള വാർത്ത ഇന്ത്യൻ സെലക്ടറായിട്ടുള്ള MSK പ്രസാദ് വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം MSK പ്രസാദ് ഗുജറാത്തിൽ വെച്ച് നടന്ന ടെസ്റ്റ് മത്സരത്തിനിടയിൽ ധോണിയെ നേരിട്ട് കാണുകയും നേരിട്ട് കണ്ട് താൻ വിരമിക്കണമെന്നും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്നാൽ നേരത്തെ ഒരു ഇടവേളയിലും ധോണി ഒഴിയണമെന്നുള്ള ആവശ്യം സെലക്ടർമാരുടെ ഇടയിൽ നിന്നുണ്ടായി. എന്നാൽ അന്ന് ശ്രീനിവാസനായിരുന്നു BCCIയുടെ പ്രസിഡന്റ്. BCCIയുടെ പ്രസിഡന്റ് ശ്രീനിവാസൻ ഇടപെട്ടുകൊണ്ട് അന്ന് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ധോണിയെ നിലനിർത്തി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടുവന്നിരുന്നത്. അരുൺ, അതായത് സെപ്റ്റംബർ 21 കൃത്യമായി പുതിയ സെലക്ഷൻ കമ്മിറ്റി ചുമതലയേൽക്കുന്നത്. ഈ 2019 അടുത്ത വേൾഡ് കപ്പ് വരുന്നത്. അന്ന് 39 വയസ്സാവും ധോണിക്ക്. അതായത് ധോണിയെ ഒഴിവാക്കി പകരം വിരാട് കോഹ്ലി ആ സ്ഥാനത്തേക്ക് റിപ്ലേസ് ചെയ്യുക, പ്രതിഷ്ഠിക്കുക എന്ന ഗെയിം പ്ലാൻ നടത്തുകയാണ് പുതിയ ടീം. അതിന്റെ ഭാഗമായാണ് ഈ ഒഴിഞ്ഞു പോകൽ എന്ന തരത്തിലുള്ള സൂചനകൾ. അങ്ങനെയാണോ? തീർച്ചയായിട്ടും 2019 വരുന്ന ഏകദിന മത്സരത്തിൽ തീർച്ചയായിട്ടും കോഹ്ലിയെ മുന്നേറ്റ് കൊണ്ടുവരണം, കോഹ്ലിയെ ഉയർത്തിക്കാട്ടണം എന്നുള്ളൊരു ലക്ഷ്യം പുതിയ സെലക്ടർമാർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ സെലക്ടറായുള്ള MSK പ്രസാദ് നേരിട്ട് കണ്ട് ധോണിയോട് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയണമെന്നും ആവശ്യപ്പെട്ടത്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്നു എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലോട് പറഞ്ഞത് MSK പ്രസാദ്, സെലക്ടർ ചെയർമാനായിട്ടുള്ള MSK പ്രസാദ് തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, അന്ന് ധോണി ഒഴിയുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ MSK പ്രസാദ് ധോണിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്നായി തന്നെ സംസാരിച്ചു. ധോണിയെ സല്യൂട്ട് ചെയ്യുകയാണ്. വേണ്ട സമയത്ത് തന്നെയാണ്, ആവശ്യമുള്ള സമയത്ത് തന്നെയാണ് ധോണി ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ധോണിയെയും ധോണിയുടെ കഴിവിനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് MSK പ്രസാദ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്നാൽ അതിൻ്റെ ചുരുളഴിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത. ഇദ്ദേഹം നേരിട്ട് കണ്ട് ധോണിയോട് ആവശ്യപ്പെടുകയായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയണം എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അരുൺ, റിനു ശ്രീധർ വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചതല്ല, വെപ്പിച്ചതാണെന്ന് റിപ്പോർട്ട്.